ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അസാമിലെ ഗുവാഹത്തിയിലുള്ള നിലാച്ചൽ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്തമായ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകപ്രശസ്തമായ 51 ശക്തിപീഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പുരാതനവുമായ ക്ഷേത്രമാണിത്. ഇവിടെ ദേവിയുടെ വിഗ്രഹമില്ല, പകരം യോനി രൂപത്തിലുള്ള ശിലയാണ് ആരാധിക്കുന്നത്. ഈ ശിലയിൽ പ്രകൃതിദത്തമായ നീരുറവയും കാണപ്പെടുന്നുണ്ട്. ഈ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതും അതേപോലെ തൊഴുതിറങ്ങുന്നതും. ഇവിടെ നട തുറക്കുന്ന സമയം 5:30 മുതൽ 1 മണി വരെയും പിന്നെ 2:30 മുതൽ 5:30 വരെയുമാണ്. പിന്നെ ഇവിടെ തൊഴാനായിട്ട് ജനറൽ ക്യൂവും അതുപോലെ VIP ക്യൂ ആണ് ഉള്ളത്. ജനറൽ ക്യൂ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. VIP ക്യൂ ആണെങ്കിൽ സാധാരണ ആൾക്കാർക്ക് 501 രൂപയും ഡിഫൻസ് പേഴ്സൺസിനാണെങ്കിൽ 101 രൂപയുമാണ് കൊടുക്കേണ്ടത്. ഞങ്ങളിവിടെ VIP ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. അതിനായിട്ട് ഒരു 7 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ സ്ലോട്ട് കിട്ടുള്ളൂ. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോമിൻ്റെ ഹാർഡ് കോപ്പിയോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയോ നമ്മൾ ഇവിടെയുള്ള PRO ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒന്ന് വെരിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത ID പ്രൂഫ് കൂടെ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ്സ് തരും. ഈ ടിക്കറ്റ് വെച്ച് മാത്രമാണ് നമുക്ക് തൊഴാനായിട്ട് പറ്റുള്ളൂ. അത് അവർ ഉള്ളിൽ കയറുമ്പോൾ ചെക്ക് ചെയ്യും. നമ്മൾ VIP ക്യൂവിലാണ് പോകുന്നതെങ്കിൽ അവർ മസ്റ്റായിട്ട് അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളെ ഉള്ളിൽ കയറ്റുള്ളൂ. പിന്നെ ഇവിടെ കൗണ്ടറിൽ വന്നാലും VIP ടിക്കറ്റ് കിട്ടും, പക്ഷെ അത് ലിമിറ്റഡ് നമ്പറുള്ളൂ. അതുകൊണ്ട് ഒരു ഉറപ്പുമില്ല നമുക്കത് കിട്ടണമെന്ന്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതാണ് ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ PRO ഓഫീസിൽ നിന്ന് ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുരങ്ങൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല, അതെന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലേതിലേക്കൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ ഫോൺ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. വെയിറ്റിംഗ് റൂമിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. പിന്നെ ഫോൺ നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ തൊഴാൻ കയറുന്നതിന് തൊട്ട് മുമ്പ്, അതായത് അവിടെ ഒരു ചെറിയൊരു ക്യൂ പോലെ ഉണ്ട്. അവിടെ എത്തുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ സൈലൻറ്റിലായിരിക്കണം, ഇല്ലെങ്കിൽ ഫൈനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ VIP ക്യൂ ആണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ 5-6 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇതേപോലെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. വെയിറ്റിംഗ് റൂമിലാണെങ്കിൽ ഇടയ്ക്ക് കച്ചവടക്കാരൊക്കെ വരാറുണ്ട്. ചായ വേണോ, കോഫി വേണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, വെള്ളം വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് കച്ചവടക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന ഒരു ക്യൂവിലോട്ടാണ്. ഇതിന് ശേഷം നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ സൈലൻ്റ് ആക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ദർശനം കിട്ടി. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന പൂജാ സാധനങ്ങൾ, അതായത് പൂവൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ വെക്കാം, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുവരും. പിന്നെ വിളക്കൊക്കെ നമുക്ക് കത്തിക്കാനായിട്ടൊരു സ്പെഷ്യൽ ഏരിയ ഉണ്ട്. ഈ സ്ഥലത്ത് നമുക്ക് വിളക്കൊക്കെ കത്തിക്കാം. അത് കഴിഞ്ഞ് നാളികേരം ഉണ്ടെങ്കിൽ നാളികേരം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉടയ്ക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന കുങ്കുമം, പട്ട്, അതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുവരിക. നമ്മൾ തൊഴാൻ കയറുന്നത് ഒരു ഗുഹയ്ക്കുള്ളിലോട്ടായിരിക്കും. അവിടെ പറഞ്ഞാൽ ഫുൾ ഇരുട്ടായിരിക്കും. പിന്നെ നമുക്ക് ആകെ കാണുന്നത് പറഞ്ഞാൽ കുറേ ചുമപ്പ് കളർ കാണും. അതായത് നമ്മുടെ ഈ യോനി രൂപത്തിൻ്റെ അവിടെ ഫുള്ള് ചുമന്ന പട്ടുകൾ മുഴുവൻ ഇട്ടിട്ട് അത് മാത്രമേ നമുക്ക് കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ തിരുമേനിമാരൊക്കെ ഉണ്ടാവും. നമ്മളോട് പറയും ഇന്ന സ്ഥലത്ത് തൊട്ട് തൊഴുമെന്ന് പറയും. അപ്പോൾ നമ്മളവിടെ തൊട്ട് തൊഴുമ്പോൾ നമ്മുടെ കയ്യിൽ നനവ് ഫീൽ ചെയ്യും. അതായത് അവിടെ നീരുറവ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഫീൽ ചെയ്യും. അപ്പോൾ ഇവർ നമുക്ക് കുറിയൊക്കെ വെച്ച് തരും. അത് കഴിഞ്ഞ് നമ്മൾ തൊഴുതിറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലവരുടെ കഴുത്തിൽ പൂമാല ഇട്ട് കൊടുക്കും, ചിലവരുടെ കഴുത്തിൽ, എൻ്റെ കഴുത്തിലൊരു പട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഇതെന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് അവിടെ ഒരു തിരുമേനീൻ്റെ അടുത്തുണ്ടായിരുന്നു. അവിടെ ചോദിച്ചു ഇതെന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പൂജാ മുറിയിൽ വെച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തൊഴുതിറങ്ങി. ഈ വഴിയാണ് നമ്മൾ കയറി വന്നപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോൾ പറഞ്ഞാൽ ആരും കാണാനില്ല, കാരണം 5:30 കഴിഞ്ഞാൽ ഇവിടെ നട അടയ്ക്കും. പിന്നെ നമ്മൾ പയ്യെ ഓരോ കടകളിലൊക്കെ നോക്കി ഓരോന്ന് കണ്ട് പയ്യാണ് പിന്നെ പോകുന്നത്. ഈ കടകളിൽ മുഴുവൻ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുമന്ന കളറിലുള്ള പട്ട്, പൂമാലകൾ, അങ്ങനെ ചുമന്ന കളറിലുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. കുങ്കുമം, അങ്ങനെ എല്ലാം ഉണ്ടാവും. പിന്നെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് കുറേ രുദ്രാക്ഷമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒറിജിനലാന്നൊക്കെയാണ് അവർ പറയണേ, നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയതിന് ശേഷം അങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.